ഇന്നത്തെ നമ്മൾ നോമ്പ് തുറ വിശേഷങ്ങൾ കണ്ടാലോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് നമ്മൾ കോട്ടപ്പാടത്ത് ഫുഡ് ഉണ്ടാക്കി നോമ്പ് തുറക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഒന്നുമെന്ന് തുടങ്ങണം. കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങാണ്ടായിരുന്നു. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി നേരെ AK സൂപ്പർ മാർക്കറ്റിലാണ് പോയത്. ഒന്നോ രണ്ടോ ഐറ്റംസിൽ അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങോട്ട് ഓടിട്ടു. ഇവിടെ പിന്നെ ഞാൻ വന്നു കഴിഞ്ഞാൽ വാരിപ്പിറക്കി എൻ്റെ ഇഷ്ടത്തിന് ഞാൻ അങ്ങനെ എടുക്കും. എന്താണ് സംഭവം? എന്താണ് ഇത് മുറിച്ചോ? നേരം മുറിച്ചോ? ആ ഇന്ന് വൈകുന്നേരം വരെ എൻ്റെ കുട്ടിക്ക് നോലുമ്പുണ്ടാവും. അനുമ ഒന്നാണ്ടോ ഫസ്റ്റ് നോമ്പെടുക്കണം. വലിയ കുട്ടി ആയിക്കണമെങ്കിലും ഞങ്ങൾക്ക് ഇപ്പോഴും ചെറിയ കുട്ടിയാണ്. അപ്പം ഇന്ന് ഉണ്ടാക്കുന്നത് പുട്ടും ചിക്കൻ കറിയാണ് കേട്ടോ. നോമ്പ് 10 വരെ ഞാൻ എൻ്റെ വീട്ടിലായതുകൊണ്ടാണ് ഫുൾ സാധനങ്ങൾ വാങ്ങിയിട്ട് നോമ്പെടുക്കാനുള്ളത് ഉണ്ടാക്കേണ്ടി വന്നത്. പിന്നെ ഇവിടെ ചിക്കൻ കറി വെക്കുന്ന ടൈമിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത റൈറ്റാണ് ഈ കിഴങ്ങ് എന്ന് പറയുന്നത്. നിഷാദ് അങ്ങനെ ചിക്കൻ കൂട്ടൂല. അപ്പോൾ കിഴങ്ങിട്ടിട്ട് ഞങ്ങൾ ചിക്കനും നിഷാദ് കിഴങ്ങും കഴിക്കൂട്ടോ. പിന്നെ അടുക്കളയിൽ ഏറ്റവും കൂടുതൽ പണി എളുപ്പമാക്കാനും ടൈം ലാഭിക്കാനും പറ്റിയ ഒരു ഐറ്റാണ് ഈ ഒരു ചോപ്പർ കേട്ടോ. ഇതിന് മുൻപിൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നു, ആ വയർ വെച്ച് വലിക്കണ ചോപ്പറല്ലേ. പക്ഷെ അതിനേക്കാട്ടിലും എന്തുകൊണ്ടും ബെറ്റർ ഇതാണ്. അടിപൊളിയായിട്ട് നമുക്ക് ചോപ്പ് ചെയ്ത് കിട്ടും. ഇതിന്റെ ലിങ്ക് ഞാൻ മുകളിൽ സൈഡിൽ കൊടുക്കാം. പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്തോ. ഒറ്റ തവണ യൂസ് ചെയ്താൽ പിന്നെ നമ്മൾ ഇത് ഒഴിവാക്കില്ല കേട്ടോ. പിന്നെ ഈ ഒരു കിച്ചൺ ടവലും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. അതിന്റെ ലിങ്ക് ഞാൻ സൈഡിൽ എവിടെയെങ്കിലും കൊടുക്കാം. തുടക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടവലാണ്. ഞാനത് ചൂടുള്ളത് പിടിക്കാനും ഉപയോഗിക്കും. നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. ഗായ്സ്, ഇന്ന് നമ്മൾ ഒരു എമണ്ടൻ പപ്പായ ഇട്ടിരിക്കണു. അത് വെച്ചിട്ടാണ് കേട്ടോ ജ്യൂസ് അടിച്ചത്. അപ്പോൾ പാലൊക്കെ കൂട്ടി അടിച്ചുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. മിൽക്ക് മെയ്ഡൊക്കെ ആഡ് ചെയ്യാം അല്ലേ. അപ്പോൾ അത് അതിൻ്റെ വലിപ്പം കണ്ടില്ലേ. ഇത് നമ്മളെ ഇവിടുത്തെ മരത്തുമ്പോൾ തന്നെ ഉണ്ടായതാണ്. എനിക്ക് ആദ്യം ഏറ്റവും ഇഷ്ടമില്ലാത്ത ഐറ്റമായിരുന്നു ഈ പപ്പായ, വത്തക്ക. അതൊക്കെ ഇപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പപ്പായ വെച്ചിട്ട് ഇപ്പം ഞങ്ങൾ 2 പ്രാവശ്യം ജ്യൂസ് അടിച്ചു. ഒരു ചൊവയോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടുത്തത് ഞാൻ ഉണ്ടാക്കിയത് മോമോസ് ആണ്. അതിനെ പറ്റി സെപ്പറേറ്റ് വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. സത്യം പറയാം, എനിക്ക് ഫുഡ് ഉണ്ടാക്കിയാൽ ശരിയല്ല. എനിക്ക് കുറേ ടൈം വേണം. എന്താ അത് ശരിയാവത്തെന്ന് എനിക്കറിയില്ല. കുറേ ടൈം എടുത്തിട്ട് കാരണം ഒരു ഐറ്റം എനിക്ക് ഉണ്ടാക്കി കിട്ടുക കേട്ടോ. പിന്നെ ഇതൊക്കെ കുറച്ചൊക്കെ കുഴപ്പമില്ലാതെ കിട്ടി. എന്നാലും കുറേ നേരം ഞാൻ ബുദ്ധിമുട്ടി. സമൂസ എനിക്ക് പ്രശ്നമല്ല കേട്ടോ. സമൂസയൊക്കെ പെട്ടെന്നാവും. പിന്നെ നമ്മൾ ഓൾറെഡി നമ്മളൊക്കെ ഓല ഉണ്ടാവുകൊണ്ട് മോമോസ് അനുവിന് വേണമെന്നുള്ള നിർബന്ധം കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഫ്രൂട്ട് സാലഡും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിരുന്നുണ്ടോ. കാരണം ഫുൾ കട്ട് ചെയ്ത് റെഡിയാക്കി ഷായിന്റെ കയ്യേക്കിന് തന്നു. അതൊക്കെല്ലാം മിക്സ് ചെയ്താൽ മതിയായിരുന്നു. ഇതിൽ ഫ്രൂട്ട്സ് അല്ലാതെ മെയിൻ ആയിട്ട് ഒരാളുണ്ട് കേട്ടോ. നാറ്റാ ന്യൂട്രിക്ക എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ കോക്കനട്ട് നൂഡിൽസ് ഉണ്ട്. അത് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫ്രൂട്ട് സാലഡൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അത് ഇട്ടിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ നോമ്പൊക്കെ തുറക്കുന്നുണ്ട്. മോമോസ് കാണാൻ ലുക്കില്ലെങ്കിലും കഴിക്കാൻ കുഴപ്പമുണ്ടായില്ല. നിഷാവ് പിന്നെ തൊട്ട് നോക്കിയിട്ടില്ല. ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അനുമോൻ ഫുള്ള് കഴിച്ച് തീർത്തിട്ടോ. എനിക്ക് പോലും ശരിക്കും തന്നില്ല. ഓനതൊക്കെ സോസും കാര്യങ്ങളൊക്കെ പിന്നെ മയോണൈസും കൂടി ഉണ്ടാക്കി കൊടുത്തു. അതും കൂട്ടി അവൻ ഫുള്ള് കഴിച്ചിട്ടോ. പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് വത്തക്കയും പിന്നെ ഈ ഒരു പപ്പായാണ് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കിടക്കാൻ നേരമായപ്പോഴാണ് ഫുഡ് കഴിച്ചത്. പുട്ടും ചിക്കൻ കറിയും. ഞാൻ പിന്നെ പുട്ടിന്റെ ആളാണ്. എനിക്ക് പുട്ട് കിട്ടിയാൽ പിന്നെ ഉറന്നും വേണ്ട. അതുകൊണ്ട് എനിക്ക് നല്ലോണം ഇഷ്ടമായി. നോമിന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കും. നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ഇടാനൊക്കെ ശ്രമിക്കലുണ്ട്. അപ്പോൾ നമുക്ക് പെരുന്നാളിന്റെ മുന്നേ ഒരു ഗിവ് അവേ പ്ലാൻ ചെയ്താലോ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യട്ടോ.